നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി ചെറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊലപാതക സാധ്യത തള്ളാതെ പോലീസ്. അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചു. 3 വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിലാണ് പുറകിലുള്ള വരാന്തയിലെ അടുപ്പു തറയ്ക്കുള്ളിൽ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അടുപ്പു തറ പൊളിച്ചു മാറ്റുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടത്. 42 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടേതാണ് അസ്ഥികളെന്നും ഇവർക്ക് 153 സെന്റിമീറ്റർ ഉയരമുണ്ടെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഥികളോടൊപ്പം ലഭിച്ച ലോഹ ഏലസിനുള്ളിൽ അറബി വാക്കുകൾ എഴുതിയിട്ടുണ്ട്. കൊലപാതകമാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. മരണകാരണം ഫോറൻസിക് വിഭാഗം നടത്തുന്ന കൂടുതൽ പരിശോധനയിലെ വ്യക്തമാകൂ. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. ചില കുടുംബങ്ങളെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വേലൂർ സ്വദേശി മരിച്ചു. പഴഞ്ഞി വീട്ടിൽ പരേതനായ വേണുവിന്റെ മകൻ 32 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂരിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനായ വിഷ്ണു ജോലി കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടെ തിങ്കളാഴ്ച രാത്രി മുണ്ടൂർ പഴയങ്ങാടിയിൽ വെച്ചായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ രാത്രി തന്നെ മരണം സംഭവിച്ചു. സംസ്കാരം പിന്നീട് നടത്തും. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ TN മുരളിക്കു നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗം. അജ്ഞാതന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് മുരളി ചികിത്സ തേടി. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ച വൈകിട്ട് 7:30-യോടെയാണ് സംഭവം. വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുന്നതിനിടെ പിറകിലെത്തിയാണ് അക്രമി കുരുമുളക് സ്പ്രേ ചെയ്തത്. കണ്ണിലും മുഖത്തും നീറ്റൽ അനുഭവപ്പെട്ടതോടെ നിലവിളിക്കുകയും അയൽവാസികൾ ഓടിയെത്തുകയുമായിരുന്നു. നാട്ടുകാർ പിന്തുടർന്നതോടെ അക്രമി കാറിൽ കയറി രക്ഷപ്പെട്ടു. കാറിനെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. ആക്രമണ കാരണം വ്യക്തമല്ലെന്ന് മുരളി പറഞ്ഞു. പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. എൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് പുറകിൽ നിന്ന് മുഖത്തേക്ക് കുരുമുളക് പൊടി സ്പ്രേ ചെയ്ത് ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അതിന് മുമ്പ് സ്പ്രേ അടിച്ചു. തിരിഞ്ഞു നോക്കിയ വഴിക്ക് ഒരാൾ ഓടുന്നത് കണ്ടു. ഞാൻ പിന്നാലെ പോയി റോഡ് വരെ അതിൻ്റെ പിന്നാലെ ഓടി. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആളുകളൊക്കെ എൻ്റെ ബഹളം കേട്ട് വന്നു. എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത്. എന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നിൽ വന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്നുള്ളത് ഈ പരിസരത്ത് പെട്ടെന്ന് അങ്ങനെ എന്നെ പേഴ്സണലായിട്ടൊരു വിഷയത്തിലേക്ക് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊന്നും ഏർപ്പെട്ടതായിട്ട് എനിക്ക് ധാരണയിലില്ല. പരിസരവാസികളൊക്കെ പരിചയമുള്ള ആളായതുകൊണ്ട് ക്യാമറയുടെ ഒക്കെ CD-കളൊക്കെ റിക്കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാഹനത്തെ കുറിച്ചും അതിന്റെ എന്താ സംഭവിച്ചതിനെ കുറിച്ചും നാളെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. മികവിനുള്ള പുരസ്കാരത്തിനർഹമായി വീണ്ടും എളവള്ളി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി അവാർഡ് പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ഇതിനു പുറമെ മഹാത്മാ പുരസ്കാരത്തിൽ തൃശൂർ ജില്ലയിലെ 2ാം സ്ഥാനവും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയുടെ ഭാഗമായി 40 ലക്ഷം രൂപയും പ്രശംസാ പത്രവും ഫെബ്രുവരി 19-ന് കണ്ണൂരിൽ വെച്ച് നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും സ്വീകരിക്കും. 2020-2021 വർഷത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായി ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്തായും എളവള്ളി മാറി. ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതികളും ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ എളവള്ളി ഗ്രാമപഞ്ചായത്തിനാകുന്നത്. ഡയപ്പർ ഡിസ്ട്രോയർ, ബെഡ്സ് സ്കൂൾ, സായം പ്രഭ ഹോം, ഹെലിപാഡ്, സ്മാർട്ട് അങ്കണവാടികൾ, വനിതാ ജിംനേഷ്യം, ജനകീയ ഹോട്ടൽ, ആയുർവേദ സബ് സെന്റർ, ജൈവ വൈവിധ്യ പാർക്ക്, ലൈഫ് ഭവന പദ്ധതിക്ക് സ്ഥലം വാങ്ങൽ, ജലസംരക്ഷണ പദ്ധതികൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, എളവള്ളി ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നവീകരണം, ചിൽഡ്രൻസ് പാർക്ക്, കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ നവീകരണം തുടങ്ങി 30-ൽ പരം വിവിധ പദ്ധതികളാണ്
സ്വരാജ് ട്രോഫി പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. തൊഴിലുറപ്പ് മേഖലയിലെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിനാണ് മഹാത്മാ പുരസ്കാരത്തിന് തൃശൂർ ജില്ലയിൽ 2ാം സ്ഥാനം ലഭിച്ചത്. റോഡുകളുടെ നിർമ്മാണവും ജലസംരക്ഷണത്തിന്റെ ഭാഗമായി കുളങ്ങൾ നിർമ്മിച്ചതും ചിട്ടയായ പ്രവർത്തനങ്ങളും പുരസ്കാര നേട്ടത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയും അഴിമതി ഭരണം നടത്തി ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത ഇടതു സർക്കാരിനുള്ള താക്കീതായിരിക്കും പുതുയുഗയാത്രയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ബുധനാഴ്ച കുന്നംകുളത്തെത്തുന്ന പുതുയുഗയാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കുന്നംകുളത്തെത്തിയതായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ അഴിമതിയും ജനദ്രോഹ നടപടികളും തുറന്നുകാട്ടുന്ന യാത്രയ്ക്ക് കുന്നംകുളത്ത് ഉജ്ജ്വല വരവേൽപ്പ് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാനും UDF പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇതിൻ്റെ അലയടികൾ ആഞ്ഞടിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ അത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് ഇടതുപക്ഷ ഭരണം മതിയാക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വലിയ ഒരു ഉണർത്ത് പാട്ടായിട്ടാണ് ഈ യാത്ര കടന്നത്. അത് ജനങ്ങൾ ഉന്നയിച്ച ഒരു ആവശ്യം ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുത്തുകൊണ്ടാണ് ആ യാത്ര എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF രാഷ്ട്രീയ ജാഥ പുതുയുഗയാത്ര ബുധനാഴ്ച 12-ന് കുന്നംകുളത്തെത്തും. വടക്കാഞ്ചേരി റോഡിൽ ദ്വാരക ഗ്രൗണ്ടിൽ നിന്ന് ജാഥയെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിക്കും. തുടർന്ന് പൊതുയോഗം നടത്തും. സ്വീകരണവേദി സന്ദർശിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഒരുക്കങ്ങൾ വിലയിരുത്തി. KPCC സെക്രട്ടറി MP വിൻസെന്റ്, സുനിൽ അന്തിക്കാട്, UDF നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, കൺവീനർ അഡ്വക്കേറ്റ് CB രാജീവ്, ട്രഷറർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഘടകകക്ഷി നേതാക്കൾ, DCC ഭാരവാഹികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ജാഥ സമാപിക്കും. കുന്നംകുളം നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് വാർഷിക പദ്ധതിക്ക് അംഗീകാരമായത്. സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച 3ാമത്തെ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് മധുര വിതരണം നടത്തി. മാനദണ്ഡങ്ങൾ അനുവദിക്കുമെങ്കിൽ പുരസ്കാര തുക ഉപയോഗിച്ച് നഗരസഭയിൽ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പറഞ്ഞു. യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പുന്നയൂർകുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വെയർഹൌസും ഡ്രസ് ബാങ്കിൻ്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി നിർവഹിച്ചു. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് വെയർഹൌസും ഡ്രസ് ബാങ്കും നിർമ്മിച്ചിട്ടുള്ളത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കൊപ്പം സുമനസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയാണ് ഡ്രസ് ബാങ്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടായ്മ വളണ്ടിയർ കടിക്കാട് തൈപ്പറമ്പിൽ ഫാത്തിമ ബക്കറിൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പുന്നയൂർകുളം പഞ്ചായത്ത് മെമ്പർമാരായ ഷിമോദ് കാട്ടിശ്ശേരി, KH ആബിദ്, അഭയം മൈമുന, കാരുണ്യം കുഞ്ഞി മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. DYFI കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ടൗൺ ചുറ്റി സ്കൂളിന് മുന്നിൽ സമാപിച്ചതിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPM കടവലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. DYFI കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി ഷിനോസ്, മേഖലാ സെക്രട്ടറി ഹസൻ, DYFI പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ അച്ചടി മാധ്യമ പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകരായ C മൂസ പെരിങ്ങോട്, മടവൂർ അബ്ദുൽ ഖാദർ എന്നിവർ അർഹരായി. വിഷ്വൽ മീഡിയ രംഗത്തെ പുരസ്കാരം മോഹൻ ചീക്കലോട്ടിനാണ്. കണ്ണൂരിൽ നടന്ന KMPU സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2020 മുതൽ മാതൃഭൂമി പാലക്കാട് യൂണിറ്റിൽ കൂറ്റനാട് ലേഖകനായി പ്രവർത്തിക്കുന്ന C മൂസയ്ക്ക് മനുഷ്യജീവിതത്തെ കേന്ദ്രീകരിച്ച മികച്ച റിപ്പോർട്ടിങ്ങിനാണ് അംഗീകാരം. മെയ് 1-ന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കൈമതി തൊഴിലെടുക്കാൻ ഈ പോരാളിക്ക് എന്ന റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ദീർഘകാലം പ്രൈമറി അധ്യാപകനായിരുന്ന C മൂസ പിന്നീട് മുഴുവൻ സമയ മാധ്യമ പ്രവർത്തകനായി. അധ്യാപകനായിരിക്കെ സംസ്ഥാന തലത്തിൽ 4 തവണ മികച്ച പ്രഭാഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവമാണ്. അടുത്ത മാസം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം നടക്കുമെന്ന് KMPU സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ ഏഴിമല, ജനറൽ സെക്രട്ടറി V സെയ്ദ് എന്നിവർ അറിയിച്ചു.
തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വാർഡിൽ നിന്നും വിജയിച്ച ഗംഗാധരൻ മാസ്റ്ററെ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ നടന്ന അനുമോദന ചടങ്ങിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ആളൂർ അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് ഖുർആൻ പാരായണം നടത്തി. വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ് മൈത്രി ഗാനം ആലപിച്ചു. തൃശൂർ പാലക്കാട് അഹമ്മദിയ മിഷണറി ഇൻചാർജ് മൗലവി ഖമറുദ്ദീൻ മുറിയക്കണ്ണി ഉപഹാര സമർപ്പണം നടത്തി. മൗലവി മുഹമ്മദ് സലീം ചേലക്കര, മൗലവി ഗുലാം അഹമ്മദ് ആളൂർ എന്നിവർ സംസാരിച്ചു. തിരുവത്ര പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ഈ സീസണിലെ ആദ്യ കടലാമ മുട്ട വിരിഞ്ഞിറങ്ങി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ എച്ച് അക്ബർ കടലാമ കുഞ്ഞുങ്ങളെ പുത്തൻകടപ്പുറം കടലിലേക്ക് ഇറക്കിവിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗീവർ PA സെയ്ദ് മുഹമ്മദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PV നിതീഷ്, ധനേഷ്, KV റൈജോ ജോയ്, PA നസീർ, KK മുബാറക്, KM അലി, PA ഷറഫുദ്ദീൻ, KA റൌഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 29 കിട്ടിയ 100 മുട്ടകളിൽ 90 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് കടലാമകൾ മുട്ടയിടാനായി തീരത്തെത്തുന്നത്. 37 കടലാമ കൂടുകളിലായി 3757 കടലാമ മുട്ടകളാണ് വിരിയാനുള്ളത്. ഞമനേങ്ങാട് പഴയ ALP സ്കൂളിൽ 107ാം വാർഷികം ആഘോഷിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നിഷ ബിനോജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് രമാദേവി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാധ്യമപ്രവർത്തകനും കവിയുമായ സുബീഷ് തെക്കൂട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച അക്കാദമിക മികവ് നേടിയ വിദ്യാർത്ഥികൾക്ക് വടക്കേകാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൃഷ്ണൻ വൈദ്യർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി പ്രദീപ് കണ്ടമ്പുള്ളി, സജീവ് കണ്ടമ്പുള്ളി, OSA അംഗം ഭവ്യ എന്നിവർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. മാനേജർ അഡ്വക്കേറ്റ് KS മനോജ്, ശ്രീധരൻ മാക്കാലിക്കൽ, ജോൺ മാസ്റ്റർ, നസ്രീമ റംഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും കരാത്തെ പ്രദർശനവും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,200 രൂപ, സ്വർണം പവന് 1,13,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.